എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കബൂട്ടോ അവൻ ഹിറ്റാച്ചിയോടും സാസുകയോടും ചോദിക്കും, ഇത്രയും നാളും നിങ്ങൾ പരസ്പരം കീരിയും പാമ്പുമായിരുന്നു, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സായി മാറി? അപ്പോ ഒരു സെക്കൻഡ് സാസുക അവൻ പണ്ട് നടന്ന ഫൈറ്റുകൾ അതൊന്നൊന്നായിട്ട് ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. കബൂട്ടോ സാസുകയോട് ചോദിക്കും, നിനക്ക് എന്തോ ഒരു കാര്യം ഹിറ്റാച്ചിയോട് ചോദിക്കാനില്ലേ, അതെന്താ? അതിന് സാസുക പറയും, സത്യം യഥാർത്ഥത്തിൽ എന്താ നടന്നേ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് കേട്ട് കബൂട്ടോ ചിരിക്കും. അപ്പൊ ഇത്രയും നേരായിട്ടും നിനക്ക് നിന്റെ ചേട്ടനെ തീരെ വിശ്വാസമായിട്ടില്ലേ? സത്യം തിരിച്ചറിയാതെയും ആളെ വിശ്വാസം ഇല്ലാതെയോ ആണോ ഇത്രയും നേരവും നീ ആളെ സപ്പോർട്ട് ചെയ്തത്? നിന്റെ ബ്രദർ ഹിറ്റാച്ചി അവൻ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നിങ്ങളുടെ സ്വന്തം ക്ലാനിനെ പോലും നശിപ്പിച്ച് കളഞ്ഞത്. പക്ഷെ നിനക്കാണെങ്കിൽ നിന്റെ ചേട്ടന്റെ ലക്ഷ്യം അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സോ നീ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിന്നെപ്പോലെ തന്നെയാണ് ഒറോച്ചിമാറു. ആളും ആ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആളെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടായില്ല. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം ഞാൻ ഏറ്റെടുത്തു. ഇപ്പൊ എന്റെ കൂടെ നീയും ലീഫ് വില്ലേജ് നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് സാസുക ഇപ്പൊ ഒരു സെക്കൻഡ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് ടോബി എല്ലാ കാര്യങ്ങളും സാസുകയ്ക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ഒരു ബാറിലേക്ക് വരുമ്പോഴായിരിക്കും അവരുടെ തൊട്ടു പിന്നിലായിട്ട് ലീഫ് വില്ലേജിലെ 4 ഷിനോബികള് അവർ പരസ്പരം ചില കാര്യങ്ങൾ പറയുന്നത് അവർ ശ്രദ്ധിക്കുക. അപ്പൊ അതിലൊരു ഷിനോബി പറയും, ഹിറ്റാച്ചിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് ബിങ്കോ ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഹിറ്റാച്ചി അവൻ കൊല്ലപ്പെട്ടു. അത് കേട്ട് വേറൊരു ഷിനോബി അവൻ ഷോക്കായിട്ട് ചോദിക്കും, ഹിറ്റാച്ചി അവൻ കൊല്ലപ്പെട്ടോ? അതിന് വേറൊരുത്തൻ പറയും, അതെ, ഹിറ്റാച്ചിയെ കൊന്നത് അവന്റെ ബ്രദർ തന്നെയാണ്. ഹിറ്റാച്ചി മരിക്കേണ്ടത് ശരിക്കും അത്യാവശ്യമായിരുന്നു. അവൻ അക്കാസ്കി ടീമില് അതിൽ ചേർന്ന് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ലീഫ് വില്ലേജിനോട് ചെയ്തത്. സോ സാസുക അവന്റെ ചേട്ടനെ കൊന്നത് അത് ശരിക്കും നല്ല കാര്യമാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് സാസുക അവനതെല്ലാം കേട്ട് പല്ല് കടിച്ച് അങ്ങനെ ഇരിക്കും. സാസുകയാണെങ്കിൽ ഫുൾ കലിപ്പില് എഴുന്നേറ്റ് നിൽക്കും. അത് കണ്ട് ടോബി ഇപ്പോ സാസുകയെ പിടിച്ചു വെക്കും. ദയവ് ചെയ്ത് നീ ഇപ്പൊ നിന്നെ കൺട്രോൾ ചെയ്യണം. ഹിറ്റാച്ചി യഥാർത്ഥ സത്യങ്ങള് അതാരോടും ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതിന് സാസുക പറയും, സത്യങ്ങൾ ഞാൻ തന്നെ ഇവിടെ വെച്ച് ഡിസ്ക്ലോസ് ചെയ്യാം. എന്നെ കൊണ്ട് ഇനിയും ഇത് കേട്ടോണ്ട് നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവരെ ഇടിക്കാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ഇവർക്ക് വേണ്ടിയാണ് എന്റെ ബ്രദർ ഇതൊക്കെ ചെയ്തത്. അവസാനം എന്റെ ബ്രദറിനെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. സാസുക പറയും, അതെ, എന്റെയും ഹിറ്റാച്ചിയുടെയും വഴി അത് വെവ്വേറെയാണ്. ഹിഡൻ ലീഫ് വില്ലേജിന് വേണ്ടിയാണ് എന്റെ ബ്രദർ അദ്ദേഹം മരിച്ചത്. പക്ഷെ അവസാനം അതേ ഹിഡൻ ലീഫ് വില്ലേജ് തന്നെ എന്റെ ചേട്ടന് നേർക്ക് അങ്ങനെ തിരിഞ്ഞു. സോ അതുകൊണ്ടാണ് എന്റെ ലക്ഷ്യവും അത് മാറി മറിഞ്ഞത്. അപ്പൊ കബൂട്ടോ അവൻ പറയും, ഞാൻ ചെറുപ്പം മുതലേ ഒരു സ്പൈ ആയിരുന്നു. നാവെടുത്ത ഞാൻ കളവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഓരോ ആൾക്കാർക്ക് വേണ്ടിയും ഞാൻ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഹിറ്റാച്ചിയും ഞാനും ലീഫ് വില്ലേജിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവസാനം അവർ ഞങ്ങളെ നല്ല രീതിയിൽ കളിയാക്കിയും ഇൻസൾട്ട് ചെയ്തും രാജ്യത്ത് നിന്ന് പുറത്താക്കി. ഇപ്പൊ നിന്റെ ലക്ഷ്യം ലീഫ് വില്ലേജ് നശിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ എന്റെ ലക്ഷ്യവും ലീഫ് വില്ലേജ് തന്നെയാണ്. നിന്റെ ബ്രദർ ഹിറ്റാച്ചി ആള് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ നിനക്കെന്നെ സ്വന്തം ബ്രദറായിട്ട് കരുതാം. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നിന്ന് ആ ലീഫ് വില്ലേജ് തകർത്തെറിയാം. അത് കേട്ട് ഹിറ്റാച്ചി അവൻ സാസുകയോട് പറയും, ദയവ് ചെയ്ത് കബൂട്ടോ പറയുന്നത് നീ ശ്രദ്ധിക്കാനോ കേൾക്കാനോ അനുസരിക്കാനോ പാടില്ല. ഞാൻ ഇപ്പോഴും ലീഫ് വില്ലേജിന് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. സോ ദയവ് ചെയ്ത് നീ അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ആക്ച്വലി നിന്നെ അഡ്വൈസ് ചെയ്യാൻ ഞാൻ ആളല്ല. കാരണം എന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാണ്, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇവനെ നശിപ്പിച്ചതിന് ശേഷം നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് മുഴുവനും ഞാൻ നിനക്ക് തരും. എല്ലാ സത്യങ്ങളും നിന്നോട് ഞാൻ തന്നെ തുറന്നു പറയും. അത് കേട്ട് കബൂട്ടോ അവൻ ചിരിക്കും. കബൂട്ടോ പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഹിറ്റാച്ചിയെ റീആനിമേഷനിലൂടെ തിരികെ കൊണ്ടുവന്നവൻ ഞാനാണ്. മാത്രമല്ല എന്റെ ബോഡിയിൽ പരിക്കു പറ്റിയ അത് നിമിഷ നേരങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തില് എനിക്ക് തന്നെ ഹീൽ ചെയ്യാനായിട്ട് കഴിയും. അതേസമയം ഹിറ്റാച്ചി അവൻ സാസുകയോട് പറയും, ഈസനാക്കി ആ ഒരു പവർ ഉപയോഗിച്ച് നമുക്ക് രണ്ടുപേർക്കും എത്രയും പെട്ടെന്ന് ഇവനെ തോൽപ്പിക്കണം. പക്ഷെ അത് എക്സാക്ട് ഈസനാക്കിയല്ല, അതുപോലെ തന്നെയുള്ള മറ്റൊരു ജിപ്സു, ആ ഒരു പുതിയ ടെക്നിക്ക്, അതിന്റെ പേരാണ് ഈസനാമി. അവരത് പറയുന്ന സമയം തന്നെ ഇപ്പൊ കബൂട്ടോ അവൻ ചാടി വന്ന് ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യും. ഉടനെ രണ്ട് ടീമും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അത് കണ്ട കബൂട്ടോ അവിടെ ഉണ്ടായിരുന്ന പാറകള് അത് മുഴുവൻ
ഹിറ്റാച്ചിക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ ഹിറ്റാച്ചി അവൻ അടുത്ത സെക്കൻഡില് ആ പാറകളെ മുഴുവൻ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. കബൂട്ടോ പറയും, എന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് എനിക്ക് എന്തിനു വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ കഴിയും. ഹിറ്റാച്ചി, നീ എത്രയൊക്കെ കഷ്ടപ്പെട്ട് നിന്റെ ബ്രദറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല. ഈ ഒരു ടാഗ് അതവന്റെ തലയിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എളുപ്പത്തില് അവനെ കൺട്രോൾ ചെയ്യാനാവുമെന്ന് പറഞ്ഞ് കബൂട്ടോ വീണ്ടും ഇപ്പൊ അവരുടെ അടുത്തേക്ക് ഓടി അടുക്കും. അത് കണ്ട സാസുക അവൻ അടുത്ത സെക്കൻഡ് അമത്രാസ് ഫയർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിൽ കബൂട്ടോയെ റൗണ്ട് ചെയ്യും. അപ്പൊ അതേ സമയത്ത് ഹിറ്റാച്ചിക്ക് ചുറ്റുമുള്ള ആ ഒരു സ്റ്റോൺസ് അത് മുഴുവൻ താഴേക്ക് വീഴാൻ തുടങ്ങും. കബൂട്ടോ പറയും, ഇത് കണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല, എന്റെ കയ്യില് ഒരുപാട് പവറുകളുണ്ട്. ഹിറ്റാച്ചി ഇത്രയും നാൾ സ്റ്റോർ ചെയ്ത് വെച്ച അവന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഞാൻ എന്റെ ബോഡിയിൽ അപ്ലൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഭയങ്കര പവർഫുൾ ആണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല. എനിക്കിപ്പോ സേജ് ഓഫ് 6 പാത്ത് പവർ ഉണ്ട്. അത് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ അതാണ് യഥാർത്ഥ സത്യം. അത് കേട്ട് ഹിറ്റാച്ചി അവൻ പറയും, നിന്റെ ഈ ഓവർ കോൺഫിഡൻസും ധൈര്യമൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ പഴയ ദിവസങ്ങളാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയാണ്, ഒരു കാരണവശാലും ഈ ഒരു ബാറ്റിലില് നിങ്ങൾ ജയിക്കാനായിട്ട് പോകുന്നില്ല. അതിന് കബൂട്ടോ അവൻ ദേഷ്യപ്പെട്ടു പറയും, നിന്റെ ലൈഫില് നീ തോറ്റു പോയവനാണ്. സോ വീണ്ടും നീ എന്തൊക്കെ ശ്രമിച്ച് തിരികെ എത്താൻ ശ്രമിച്ചാലും നിന്നെ കൊണ്ട് വിജയിക്കാനായിട്ട് കഴിയില്ല. നിന്റെ കാര്യത്തില് അത് സത്യമാണ്, പക്ഷെ ഞാൻ ജയിക്കാൻ വേണ്ടി ജീവിക്കുന്നവനാണ്. അതിന് ഹിറ്റാച്ചി പറയും, ഞാൻ തോറ്റതല്ല, തോറ്റു കൊടുത്തതാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നീട് എന്നെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടത്. സോ നമ്മളെക്കുറിച്ചൊരു ചിന്ത നമുക്ക് വേണം. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അത് കേട്ട് ഇപ്പൊ കബൂട്ടോ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് കബൂട്ടോയ്ക്ക് അവന്റെ തലയില് വലിയൊരു മുറിവ് പറ്റി ഇപ്പൊ മരണത്തോട് മല്ലടിക്കാണ്. അപ്പോ ഒരു സിസ്റ്റർ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തലയ്ക്ക് പിടിച്ച് അവന്റെ മുറിവ് അത് ഹീൽ ചെയ്യാൻ തുടങ്ങും. സിസ്റ്റർ അവനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഇത് ഞാൻ ഹീൽ ചെയ്യും. അപ്പൊ ആ സിസ്റ്റർ അവനോട് ചോദിക്കും, നിന്റെ പേരെന്താ, നിന്റെ അച്ഛന്റെ അമ്മയുടെയും പേര്, അവരെവിടെയുള്ള, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ കബൂട്ടോയോട് ചോദിക്കും. പക്ഷെ കബൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. അവര് കബൂട്ടോയെ കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവും. അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റർ അവന് കൊടുക്കും. അന്നു മുതലാണ് കബൂട്ടോ അവനൊരു പുതിയ ജീവിതം അത് ആരംഭിക്കുന്നത്. അപ്പൊ വേറൊരു ചെക്കൻ ഇപ്പൊ അവന്റെ തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ചു കൊടുക്കും. അത് കണ്ട് സിസ്റ്റർ പറയും, ഈ ഒരു ഹെൽമെറ്റ് നിനക്ക് ശരിക്കും ചേരുന്നുണ്ട്, നിനക്ക് പറ്റിയൊരു പേര് ഞാൻ വെക്കാം, കബൂട്ടോ. നീ ഇന്നു മുതൽ കബൂട്ടോ എന്നറിയപ്പെടും. അത് കേട്ട് അവൻ ഒരുപാട് സന്തോഷത്തില് അങ്ങനെ ചിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അന്ന് നൈറ്റ് കബൂട്ടോയ്ക്കാണെങ്കിൽ ഉറക്കം വരാതെ അവൻ ആ ഹെൽമെറ്റിൽ തന്നെ നോക്കിയിരിക്കും. അതിനുശേഷം ആ സിസ്റ്ററിനെ കാണാനായി അവരുടെ റൂമിലേക്ക് പോകുമ്പോഴായിരിക്കും മറ്റൊരു സിസ്റ്ററും ഒരു ഫാദറും അവർ 3 പേരും ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ ശ്രദ്ധിക്കുക. ഫാദർ പറയും, ഓൾറെഡി നമുക്കിപ്പോ ഫണ്ടൊന്നുമില്ല, ആരും നമുക്ക് പണം തരാനായിട്ട് തയ്യാറാവുന്നില്ല. ആ സമയത്താണ് നീ ഇപ്പൊ പുതിയൊരു കുട്ടിയെ കൂടെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യിപ്പിച്ചത്. അതിനാ സിസ്റ്റർ പറയും, അത് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞാൻ ഫണ്ട് കണ്ടെത്തും. ഇവരൊക്കെ ഇത്രയും നാളും നമ്മൾ എങ്ങനെ ഇവരെ പ്രൊട്ടക്ട് ചെയ്തോ അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോ ഒരു മദർ കറക്റ്റ് ആയിട്ട് ഡോർ ഓപ്പൺ ചെയ്യും. കബൂട്ടോ മദറിനെ കണ്ട് അങ്ങനെ പേടിച്ച് താഴെ വീഴും. അവര് ചോദിക്കും, നിനക്കെന്താ ഇവിടെ കാര്യം, ഇത്രയും ടൈം ആയിട്ടും നിനക്ക് ഉറങ്ങാനായില്ലേ? അതിനാ സിസ്റ്റർ പറയും, അവൻ ഇപ്പോഴാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, അവൻ ഇവിടുത്തെ റൂൾസ് ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു ഗ്ലാസ് കൊടുക്കും. അവിടുത്തെ നിയമങ്ങള് അതൊന്നൊന്നായിട്ട് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവന്റെ കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ആ സിസ്റ്റർ അവനൊരു സ്പെക്സ് കൊടുക്കും. ഉടനെ കബൂട്ടോ അവൻ താങ്ക്സ് പറഞ്ഞ് ഇപ്പൊ പൊട്ടിക്കരയാൻ തുടങ്ങും. സിസ്റ്ററിനാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് വിഷമായി അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.